പ്രതിസന്ധിയിൽ സർക്കാരിന് പിൻബലമായി ഹൈക്കോടതിയുടെ ഇടപെടൽ. സോളാർ കോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് മരവിപ്പിച്ചു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവെന്ന് ഹൈക്കോടതി പറഞ്ഞു. തൃശൂർ വിജിലൻസ് കോടതിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി ഉബൈദ് ഉത്തരവ് 2 മാസത്തേക്ക് മരവിപ്പിച്ചത്. വിജിലൻസ് കോടതിയുടെ നടപടി അധികാരപരിധി ലംഘിക്കുന്നതാണെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും പ്രധാനപ്പെട്ട വാദം. 28-ാം തീയതിയിലെ മാധ്യമ റിപ്പോർട്ടുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് കോടതി ഉത്തരവെന്നും വാദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും ഈ വാദത്തെ പിന്തുണച്ചു. 2 സുപ്രീം കോടതി ഉത്തരവുകളെ അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് കോടതി വിധിയെ ഹൈക്കോടതി മരവിപ്പിച്ചത്. 1988-ലെ സുപ്രീം കോടതി ഉത്തരവും ലളിതകുമാരി കേസിലെ ഉത്തരവും രണ്ടിലും മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. തൃശൂർ വിജിലൻസ് കോടതിയുടെ നടപടി യാന്ത്രികമാണെന്ന് വിശേഷിപ്പിച്ച ഹൈക്കോടതി വിജിലൻസ് ജഡ്ജിക്കെതിരെ വേണമെങ്കിൽ നടപടി വരെ എടുക്കാവുന്നതാണെന്ന് നിരീക്ഷിച്ചു. ഇതിനിടെ സ്വയം വിരമിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അതിഥികളായി ഈ രാത്രിയിൽ ഉള്ളത് കോൺഗ്രസിന്റെ ശ്രീമതി ബിന്ദു കൃഷ്ണ, CPMന്റെ ശ്രീ ആനത്തലവട്ടമാനന്ദൻ തിരുവനന്തപുരത്ത്, നിയമവിദഗ്ധൻ ശ്രീ MR രാജേന്ദ്രൻ നായർ കൊച്ചി സ്റ്റുഡിയോയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത്. ആദ്യം നിയമവിദഗ്ധൻ എന്ന നിലയിൽ ശ്രീ MR രാജേന്ദ്രൻ നായർ, ഒരുപക്ഷേ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ കഴിഞ്ഞ ദിവസം അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ ഉത്തരവുകൾ വേണ്ടിവരും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഇടപെടൽ ഇന്ന് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ഒന്നിലേറെ രൂക്ഷമായ പ്രതികരണങ്ങൾ കൊണ്ടാണ് ഈ കോടതി ഇടപെടലിനെ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ FIRന് ഉത്തരവിട്ടത് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം പോലും പാലിക്കാതെയാണ്. ഹൈക്കോടതി നടത്തിയ ഇത്തരം വാക്കാൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത്യപൂർവ സംഭവമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഈ നിരീക്ഷണത്തെയും വിമർശനത്തെയും കാണുന്നത്? എന്താണ് ഈ വിധിന്യായത്തിൻ്റെ വിപുലമായ അർത്ഥം? അടിസ്ഥാനപരമായി തൃശൂർ വിജിലൻസ് കോടതി FIR ഇട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശം പൊടുന്നനവേ ഒരു ഹർജിയിൽ കൊടുത്തത് നിയമപരമായി ശരിയല്ല. നിയമപരമല്ലാത്ത ശരിയാക്കാൻ തിരുത്താനാണ് അതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ഹൈക്കോടതിയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് നിയമപരമായ തെറ്റ് ബോധ്യപ്പെട്ട് താൽക്കാലിക ഉത്തരവ് കൊടുക്കാനും എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച് എല്ലാവരുടെയും ഭാഗം കേട്ട് അന്തിമമായി വിധി പറഞ്ഞ് ആ ഉത്തരവിനെ റദ്ദാക്കാനും ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അതേസമയം ഒരൊറ്റ നിമിഷം ശ്രീ MR രാജേന്ദ്രൻ നായർ, താങ്കൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ഭാഗം ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. താങ്കൾ ക്ഷമിക്കണം. ശ്രീ MR രാജേന്ദ്രൻ നായർ, ഇന്നലെ ഈ നിലപാട് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ ഉത്തരവുകൾ വേണ്ടിവരുമെന്ന്. ആ ന്യായീകരണം, അതിനെ ഞാൻ അടിവരയിടുകയാണ്, ആ ന്യായീകരണം നിയമപരമായി നിലനിൽക്കുന്നതല്ലേ? അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. കാരണം അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ഉത്തരവുകൾ വേണ്ടി വരും എന്നുള്ളത് സത്യമാണെങ്കിലും അത് നിയമവും ഭരണഘടനയും അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ ആ അധികാരം വിനിയോഗിക്കാൻ ജഡ്ജിമാർക്ക് അധികാരമുള്ളൂ. പക്ഷെ അവർ തെറ്റായി ഒരു അധികാരം വിനിയോഗിച്ചാൽ ആ തെറ്റ് തിരുത്താൻ ഉന്നത കോടതികൾക്ക് അധികാരമുണ്ട്. ആ തെറ്റ് പറ്റുന്ന ആളിനെ വിമർശിക്കുമ്പോൾ അതിൽ മറ്റ് തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഹൈക്കോടതി ജഡ്ജിക്കും അധികാരമില്ല. ഇതാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. കാരണം അതിന് 2 തരത്തിൽ സ്വാഭാവിക നീതി ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ഒന്ന്, ഹർജി കൊടുത്ത ഹർജിക്കാരനെ കേൾക്കാതെ, വിധി എഴുതിയ ജഡ്ജിയെ കേൾക്കാതെ ജഡ്ജിക്കെതിരായിട്ടും ഹർജിയുടെ നിജാവസ്ഥയെക്കുറിച്ചും ഒക്കെ ഹൈക്കോടതി വിധി പറയുന്നു. അത് താൽക്കാലികമായി അത്തരം ഉത്തരവ് പാസ്സാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇതൊരു അന്തിമ വിധി എന്നുള്ള നിലയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും
പ്രസിഡന്റ് ഓഫ് ഇന്ത്യയ്ക്കും സമൻസ് അയച്ച മജിസ്ട്രേറ്റുമാരുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. അങ്ങനെ അയക്കാൻ പാടില്ലെന്നാണല്ലോ നിയമം. പക്ഷേ ഒന്നും നോക്കാതെ, അവധാനത കൂടാതെ ജുഡീഷ്യൽ ഓഫീസർമാർ ചിലപ്പോൾ ഈ 156(3) CRPS അന്വേഷണത്തിനോ വെറുതെ സമൻസ് അയക്കാനോ ഒക്കെ തുടങ്ങും. ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ സ്വന്തം ചുമതലകളെ പറ്റി ബോധ്യമില്ലാതെ അനാവശ്യമായ ഒരു തിടുക്കം തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി കാണിച്ചു എന്നാണല്ലോ ഹൈക്കോടതിയുടെ പരാമർശവും വിമർശവും. അത് ശരിയാണെന്ന് താങ്കൾ പറയുന്നു? ഏറെക്കുറെ അത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനകത്ത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. തൃശ്ശൂർ വിജിലൻസ് കോടതി ഈ ഹർജിക്കാരൻ്റെ ഹർജി അങ്ങ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഹർജി കൊടുപ്പിച്ച് അത് തള്ളിച്ച് അതിൻ്റെ ഖ്യാതി നേടാൻ ലക്ഷ്യമിട്ടവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അവർ പോലും പ്രതീക്ഷിച്ചില്ല തൃശ്ശൂർ വിജിലൻസ് കോടതി ഇങ്ങനെ ചെയ്യുമെന്ന്. തൃശ്ശൂർ വിജിലൻസ് കോടതി എന്തുകൊണ്ടോ അങ്ങനെ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി അത് തിരുത്തി. ഈ വിജിലൻസ് കോടതി ആ കേസ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ തെറ്റായ ഒരു ഉത്തരവ് പാസ്സാക്കി ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദാക്കിച്ചപ്പോഴും ഇതിന് ആരൊക്കെ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടു. ആരൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഇതിനകത്ത് സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിന് എതിരായിട്ട് നടപടിയെടുക്കണമെന്നാണല്ലോ ആവശ്യപ്പെട്ടത്. അതിൻ്റെ നടപടി വരാതിരിക്കാൻ, അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ മനഃപൂർവ്വമായൊരു ശ്രമം ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതൊന്നും ഇല്ലാതാകുന്നില്ല, ആരും രക്ഷപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സംഭവങ്ങളെല്ലാം രണ്ടാമത് ഉയർന്നു വന്നപ്പോൾ, അതായത് സരിത എസ് നായർ സോളാർ കമ്മീഷന് മുൻപാകെ നൽകിയിട്ടുള്ള മൊഴി പുറത്തു വരികയും സരിത തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്ത ശേഷമാണല്ലോ സർക്കാരിന് മേൽ, ഉമ്മൻചാണ്ടിക്ക് മേൽ രാജ്യസമ്മർദ്ദമേറുന്നത്. അതിന് തൊട്ടു പിന്നാലെ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. FIR ഇട്ട് കേസെടുക്കണം എന്ന ഉത്തരവുണ്ടാകുന്നു. ഈ ഘട്ടത്തിലെല്ലാം പ്രതിപക്ഷത്തിന് കുറെ കൂടി കരുത്ത് തരുന്ന, പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു അതെല്ലാം ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലോടുകൂടി കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞിരിക്കുന്നു. തൃശൂർ വിജിലൻസ് കോടതിയുടെ നടപടി തെറ്റാണെന്ന് പറയുക മാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മന്ത്രി KC ജോസഫിനെ പോലുള്ളവർ ഇതിന് പിന്നൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും ചില രാഷ്ട്രീയ തൽപര കക്ഷികൾക്ക് വശംവദനായി മാറി തൃശൂർ വിജിലൻസ് കോടതി എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായി മാറിയില്ലേ? ഇവിടെ KC ജോസഫ് പറഞ്ഞ പോലെ വിജിലൻസ് കോടതിയിൽ എന്തോ രാഷ്ട്രീയ ഗൂഢാലോചന പ്രതിപക്ഷം നടത്തിയെന്നുള്ള തുണിയിലാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറയാൻ പോലുള്ള ഹൈക്കോടതിയിലെ ജഡ്ജിയെ ഉപയോഗിച്ച് അവിടെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയാണ് ഈ വിജിലൻസ് കോടതി വിധി മാറ്റിയതെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതൊരു തരംതാണ പണിയാണ്. ഇവിടെ ഈ വിധിയുടെ അടിസ്ഥാനം ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. കോടതി വിധിയാണോ ഉയർത്തിക്കാട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ വിജിലൻസ് കോടതി ടൈറ്റാനിയം കേസിൽ മുഖ്യമന്ത്രി 1-ാം പ്രതിയും 5-ാം പ്രതിയായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എടുത്തുകൊണ്ട് ഒരു FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ മേൽ ഒരു സ്റ്റേ കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പീൽ പോയി. മുഖ്യമന്ത്രി അതിലുള്ള 6-7 കക്ഷികളും ചേർന്നു. ആ സ്റ്റേ ഇപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ട് FIR ഇട്ട് കേസ് അന്വേഷണം തുടരാമെന്ന് പറഞ്ഞിരിക്കുന്നത് 1-ാം പ്രതിയായി മുഖ്യമന്ത്രിയെയും അതുപോലെ 5-ാം പ്രതിയായി രമേശ് ചെന്നിത്തലയും. ആ വിധി നടപ്പാക്കാൻ തയ്യാറുണ്ടോ? ആ വിധി വന്നപ്പോൾ ആർക്കും ഒരു അത്ഭുതം തോന്നുന്നില്ലല്ലോ. ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ വിധി ലൈവായി ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന വിധിയാണല്ലോ. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധി റദ്ദ് ചെയ്ത് വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്ത്, വിധിയുടെ ഫൈനലല്ല. അത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഉയർത്തിയ സോളാർ കേസ് സംബന്ധിച്ച് ഉയർത്തിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഞങ്ങളല്ല പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത്, മീഡിയാസാണ് കൊണ്ടുവന്നത്. അതിനുശേഷം സരിതയും കൂട്ടരുമാണ് അതിൻ്റെ ആൾക്കാർ. ഞങ്ങളല്ല ആ ആക്ഷേപം തന്നെ ഉയർത്തി. പക്ഷേ ആക്ഷേപം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷം ഈ ഗവൺമെൻറ് കാണിച്ച ഒരു അഴിമതിയാണെന്ന് കണ്ടിട്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു അഴിമതിയാണെന്ന് കണ്ടിട്ട് അതിനെതിരായി വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നു കേരളത്തിൽ. ആ പ്രക്ഷോഭത്തിൽ ഉയർത്തിയ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ വന്നത്. ആ കമ്മീഷൻ്റെ നിഗമനങ്ങളും തീരുമാനങ്ങളും വരാനിരിക്കുന്നേ ഉള്ളൂ. ആ കമ്മീഷനിൽ സരിത ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മൊഴി, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മൊഴി, എന്തടിസ്ഥാനത്തിലാണ് സത്യം ജയിക്കും ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ, ADGP അടക്കം
DGP അടക്കം ADGP ജയിൽ ADGP അദ്ദേഹം അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞു 13 പേരെ VIP-മാരെ കുറിക്കുന്ന പരാമർശിക്കുന്ന കത്ത് സരിതയുടേതുണ്ട്. ജയിലിൽ സരിതയെ പത്തനംതിട്ടയിൽ നിന്ന് അട്ടക്കുളർ കൊണ്ടുവരുന്നത് ഗവൺമെൻറ് മാത്രം അറിയാവുന്നൊരു കേസ്. നേരം എടുത്തപ്പോൾ 150 ആൾക്കാർ കാണാൻ വന്നേക്കുന്നു വിവരം പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടറിഞ്ഞത്? ഇതൊക്കെ ADGP-യുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ DGP ശ്രീ സെൻകുമാർ പറഞ്ഞു സരിതയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അത് മുഴുവൻ നശിപ്പിച്ചു. IG ജോസ് ആരാവെന്ന് പറഞ്ഞിരിക്കുന്നത് DGP സെൻകുമാർ. എന്തിന് നശിപ്പിച്ചു? ആര് പറഞ്ഞിട്ട് നശിപ്പിച്ചു? ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സ്ഥിതിയല്ലേ? ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ADGP മിസ്റ്റർ ഹേമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാദം എന്തായിരുന്നു? ഇവിടെ എല്ലാവരും കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞിരുന്നത് എന്താണ്? സരിതയെ മുഖ്യമന്ത്രി കണ്ടിട്ടേ ഇല്ല. ഇന്ന് ADGP കമ്മീഷൻ മുമ്പിൽ എന്താണെന്ന് പറഞ്ഞ മിസ്റ്റർ ഹേമചന്ദ്രൻ സരിതയും ഉണ്ടല്ലോ പത്തനംതിട്ടയിലെ സരിതയുടെ കൂടെ വന്ന കരാറുകാരൻ ശ്രീധരൻ നായർ, മലയാളി ശ്രീധരൻ നായരും അത് മുഖ്യമന്ത്രിയുടെയും അവർ ഒരുമിച്ച് ഉണ്ടായിരുന്നുവെന്ന് കമ്മീഷന് മുമ്പിൽ വന്ന് ഹേമേന്ദ്രൻ മൊഴിവെടുത്തിരിക്കുകയാണ്. ഡൽഹിയിൽ വെച്ച് ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ വളരെ സമചിത്തതയോടെ വളരെ ഗൗരവത്തോടെ എല്ലാ തവണയും മാധ്യമങ്ങളെ കാണുന്നത് പോലെ തന്നെയായിരുന്നു ഇന്നിപ്പോൾ വലിയ പ്രതിസന്ധി മറികടക്കാൻ പിൻബലമായി മാറിയ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായ ശേഷവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ KC ജോസഫ് നിങ്ങളുടെ മന്ത്രി അത്ര സമചിത്തതയോടുകൂടിയല്ല പ്രതികരണം നടത്തിയത്. കാരണം അദ്ദേഹം ഒരു മന്ത്രിയായി ഇരിക്കെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപന് നേരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാവുകയും രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വശമതനാവുകയും ചെയ്തു. തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജി വാസൻ എന്ന ഒരു പരസ്യ പരാമർശം നടത്തി. എന്താണ് അതിനടിസ്ഥാനം? എന്തായാലും ഒരു ജഡ്ജി ഒരു ഉത്തരവോ വിധിയോ പുറപ്പെടുവിക്കുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ അല്ലെങ്കിൽ വിധിന്യായത്തിൻ്റെ തെറ്റുകളെ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുവാൻ തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാഡം ബിന്ദു കൃഷ്ണ ഒരൊറ്റ നിമിഷം. എൻ്റെ ചോദ്യം ജസ്റ്റിസ് SS വാസൻ, ക്ഷമിക്കണം, ജഡ്ജി SS വാസൻ മജിസ്ട്രേറ്റ് ഇവിടെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? അല്ല, അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നിലവിലുള്ള നിയമത്തെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെ അദ്ദേഹം നടത്തിയ ഉത്തരവും ജഡ്ജിയുടെ പരിധി കടന്നുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങളുമായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമോ ഒന്നും വെച്ച് അദ്ദേഹം പറഞ്ഞ വിധിയെ അല്ലെങ്കിൽ ഉത്തരവിനെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ നിയമത്തിന് അതീതമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ലഭ്യമായ ഒരു തുണ്ട് കടലാസിൽ എഴുതപ്പെട്ട കംപ്ലൈൻറ്റിനപ്പുറത്തേക്ക് ആ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വിശ്വാസ്യത അല്പം പോലും ഇല്ലെന്ന് കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിധി എഴുതിയ ഒരു വ്യക്തിയുടെ വാക്കുകളെ പത്രദ്വാര ദൃശ്യമാധ്യമദ്വാര അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. ഒരു കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ ആ കംപ്ലൈനന്റിന്റെ ലക്ഷ്യം അത് ലോക്കസ് സ്റ്റാൻഡി, അതുപോലെ തന്നെ അതിന് ആസ്പദമായ വെളിപ്പെടുത്തൽ നടത്തിയ ആളിൻ്റെ വിശ്വാസ്യത, ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ കാലവിളംബം, അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ജഡ്ജി പരിഗണിക്കേണ്ടതാണ്. ഇന്ത്യയുടെ നിയമം അതാണ്. പ്രത്യേകിച്ചും ലളിതകുമാരി വേഴ്സസ് ഉത്തർപ്രദേശ് എന്ന കേസിൽ വളരെ വിശദമായി തന്നെ FIR രജിസ്റ്റർ ചെയ്യേണ്ട, FIR എടുക്കേണ്ട ചെറുതും വലുതുമായ ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡ് ആണ്, ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. ആ നിയമം ഈ രാജ്യത്തെ മുഴുവൻ കോടതികൾക്കും, ഹൈക്കോടതികളായിക്കൊള്ളട്ടെ, ജില്ലാ കോടതികളായിക്കൊള്ളട്ടെ, ഈവൻ മജിസ്ട്രേറ്റ് കോടതികൾക്ക് പോലും. എന്റെ ചോദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ ഈ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, എന്റെ ചോദ്യം
നിങ്ങൾ പറയുന്നു നിങ്ങൾ കോടതി വിധികളെ മാനിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു ഇന്നലത്തെ വിധിയെയും ഞാൻ മാനിക്കുന്നു, ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെയും മാനിക്കുന്നു. നിങ്ങൾ കോടതി വിധികളെ മാനിക്കുന്നു. അതേസമയം നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പറയാം ഹൈക്കോടതി ഇതുപോലൊരു ഇടപെടൽ നടത്തി, ഞങ്ങൾ നിയമപരമായി അതിനെ നേരിട്ടു, ഞങ്ങൾ അതിൽ വിജയിച്ചു എന്ന് പറയാം. അതിനപ്പുറം കടന്ന് നിങ്ങൾ പറഞ്ഞു തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജി അദ്ദേഹം ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം വശംവദനായി, അദ്ദേഹം ചില ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ജഡ്ജിയെ വിമർശിക്കുകയാണ് ചെയ്തത്. അല്ല, അത്തരത്തിൽ ഓരോരുത്തർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, നേതാക്കന്മാർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ ഇതാണ്. നിലവിലുള്ള നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജഡ്ജി ഉത്തരവിടുകയും പരാമർശങ്ങൾ നടത്തുകയും അതിനിശ്ചിതമായി തന്റെ ജോലി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസിന്റെ ജോലിയാണ് എന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ നീതിന്യായ പീഠത്തെ തരം താഴ്ത്തി കാട്ടുമ്പോൾ ആളുകൾ അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ശ്രീ ജേക്കബ് ജോർജ്, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ, ഈ കഴിഞ്ഞ മണിക്കൂറുകൾ കേരളത്തിലെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യമൊന്ന് അമ്പരന്ന് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കെ ബാബുവിന് രാജി കൊടുക്കേണ്ടി വന്ന സാഹചര്യം, അതിനെ തുടർന്ന് സരിത സോളാർ കമ്മീഷൻ നൽകിയ മൊഴി, ഉമ്മൻചാണ്ടി തന്നെ വിസ്തരിക്കപ്പെട്ട സാഹചര്യം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോരോ ഡെവലപ്മെന്റ്സിന് മുന്നിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷമെങ്കിലും പകച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു രാഷ്ട്രീയമായി. അവർ അത് ഇല്ല എന്ന് എത്ര പറഞ്ഞാലും അതിനിടയിൽ തന്നെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയവും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും നമ്മൾ കണ്ടു. കാരണം AICCയെ സമീപിക്കുന്നു, ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് ചില വിനിമയങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നു, ഇതെല്ലാം കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ കെ ബാബുവിൻ്റെ രാജി തന്നെ സ്വീകരിക്കപ്പെടാതിരിക്കുകയും അദ്ദേഹം മന്ത്രിയായി തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഈ മന്ത്രിസഭയ്ക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. അന്തിമമായൊരു വിജയം ഉമ്മൻചാണ്ടിക്ക് കൈവന്നു രാഷ്ട്രീയമായി എന്ന് പറയാനായോ? ഇല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ അന്തിമമായ വിജയവും അന്തിമമായ പരാജയവും ഇല്ല ഗോപികൃഷ്ണൻ. കാരണം ഇപ്പോൾ തന്നെ ഇന്നലെ കണ്ട ഉമ്മൻചാണ്ടിയെ അല്ല ഇന്ന് കേരളം കണ്ടത്. ഇന്നലെ കണ്ട ബാബുവിനെ പോലുമല്ല ഇന്ന് കേരളം കണ്ടത്. ഒരു പക്ഷേ ഇത് കണ്ടിട്ട് എന്തായിരിക്കും മാണിയുടെ മുഖഭാവം? മാണിയുടെ മുഖം നമ്മൾ TV കണ്ടില്ല ഇന്ന്. തീർച്ചയായിട്ടും മാണി ഇതുവരെ KM മാണി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ തുടങ്ങുമായിരുന്നു. ഇനിയും KM മാണിക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയായിരിക്കും ഉണ്ടാവുക. കാരണം അതെ 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 സമാനമായ കേസിൽ KM മാണി വീട്ടിലിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ ബാബുവും അതിനെയൊക്കെ അതിജീവിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മാണിയുടെ മാനസികാവസ്ഥ കൂടി നമ്മളൊന്ന് ഓർക്കണം ഈ തരുണത്തിൽ. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് ഗോപികൃഷ്ണൻ, കോടതി വിധികൾ തുടങ്ങിയത് ഒരു പരമ്പരയായിരുന്നു അടുത്ത കാലത്ത്. ഇതേ ഹൈക്കോടതി ജഡ്ജാണ് പിണറായി വിജയന് എതിരെ ഒരു വിധി പറഞ്ഞത്. സാങ്കേതികമായി പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു വിജിലൻസ് കോടതി ഇത് കേസെടുക്കാൻ, ഇത് വിചാരണയ്ക്ക് യോഗ്യമായ കേസല്ല എന്ന് പറഞ്ഞ് തള്ളിയ ഒരു കേസ് ഗവൺമെൻറ്റിൻ്റെ ഒരു അപേക്ഷയിന്മേൽ അത് ഹൈക്കോടതി എടുത്തു. അതേ ജസ്റ്റിസ് ഉബൈദ്. ഇപ്പം ഇന്ന് ഉബൈദിൻ്റെ കുറേ വിധികളുണ്ടായി. തൃശ്ശൂർ വിജിലൻസ് ജഡ്ജി, ഞാൻ ആ ജഡ്ജിൻ്റെ വിധിയോട് ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ന്യായാധിപൻ, ഒരു കോടതി വികാരപരമായി ഒരു തീരുമാനമെടുക്കരുത്. കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഉന്നത സ്ഥാനമാണ്. നീതി ന്യായത്തിൻ്റെ തുലാസിൻ്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ജഡ്ജ്, ന്യായാധിപൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുപോലെ ചപല വിചാരങ്ങൾക്ക് അടിപ്പിട്ടും കൊണ്ടൊരു ഉത്തരവിട്ടാൽ ഭയങ്കര വിനാശമായിരിക്കും ഫലം. അതാണ് KM മാണിയുടെ കാര്യത്തിലും കെ ബാബുവിൻ്റെ കാര്യത്തിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും ഉണ്ടായത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്താണ് എന്ന് ആരെങ്കിലും ബിന്ദുകൃഷ്ണ പറയട്ടെ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഉബൈദിൻ്റെ കാര്യത്തിലും, ജസ്റ്റിസ് ഉബൈദിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിവരെയൊക്കെ, ഞാൻ തിരുവനന്തപുരത്തിരുന്ന് ഇവരെയൊക്കെ ദീർഘകാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇന്നലെ ഞാൻ പോലും ഒന്ന് ശങ്കിച്ചു ഉമ്മൻചാണ്ടി എങ്ങനെ ഇത് അതിജീവിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ ഉത്തരവിൻ്റെ ബലത്തിലാണെങ്കിൽ പോലും അതിശക്തമായിട്ട് ഉമ്മൻചാണ്ടി ഇന്ന് തിരിച്ചു വരുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ
പത്രസമ്മേളനത്തിൽ കണ്ടത്. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒന്നോ രണ്ടോ മൂന്നോ നേതാക്കന്മാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നേതൃത്വം അരക്കിട്ടുറപ്പിക്കാൻ അസർട്ട് ചെയ്ത് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം അദ്ദേഹം വിനിയോഗിച്ചത്. സ്വാഭാവികമായിട്ട് അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ സുധീരൻ കണ്ടില്ലേ, അത് ഒരാതെ പറയുകയാണ് ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഹൈക്കമാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്നു. ഹൈക്കമാൻഡ് ശക്തമായി പറഞ്ഞിരിക്കുകയാണ്, കാരണം കോൺഗ്രസിൽ ഐക്യം നിലനിന്നേ മതിയാവൂ. അതുകൊണ്ട് സരിതാ നായരുടെ വെല്ലുവിളി തൽക്കാലത്തേക്കെങ്കിലും ഉമ്മൻചാണ്ടി അതിജീവിച്ചിരിക്കുന്നു. പക്ഷേ ആത്യന്തികമായ ഒരു വിജയമാണെന്ന് പറയാൻ പറ്റില്ല. ആത്യന്തികമായ ഒരു പരാജയവും ആത്യന്തികമായ ഒരു വിജയവും എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് നിർവചിക്കാൻ എടുക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, സ്വാഭാവികമായും ഈ കോടതി വിധി ഈ സർക്കാരിന് ഇപ്പോൾ ഒരു ബലം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി എന്തൊക്കെ ആരോപണങ്ങൾ പുറത്തു വന്നാലും സരിത ഇനി ഓരോ തവണ സോളാർ കമ്മീഷന് മൊഴി നൽകി പുതിയ വെളിപ്പെടുത്തലുകൾ വന്നാലും അതിനെയെല്ലാം മാറ്റി നിർത്തി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ഉറച്ചു കഴിഞ്ഞു എന്ന സൂചന ഉമ്മൻചാണ്ടി പല ഘട്ടങ്ങളിലായി നൽകിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പ്രക്ഷോഭങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ഉണ്ടാവുക? അല്ല, ഈ കോടതി സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ വിധി വന്നില്ലല്ലോ. അത് ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിൽ ഇരിക്കുകയല്ലേ. അവിടെ ഓരോ ദിവസവും ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടി പറഞ്ഞതിനെല്ലാം ഘടകവിരുദ്ധമായ തെളിവുകൾ ഇങ്ങനെ അക്കമിട്ട് നിരന്നിരിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോൾ ആ വിധി വരട്ടെ. ആ വിധിയിന്മേൽ അത് കാത്തിരിക്കാതെ അത് പ്രതിപക്ഷം നടത്തിയ പ്രക്ഷോഭ സമരങ്ങളുടെ ഒരു അവസാന റിസൾട്ട് അവിടെയല്ലേ വരുന്നത്. ആ സമരങ്ങളൊക്കെ സോളാർ സമരമൊക്കെ തോറ്റുപോയി, എല്ലാ സമരവും പരാജയപ്പെട്ടു എന്ന് ആക്ഷേപിച്ചിരുന്ന ഒരു സമൂഹമാണല്ലോ ഭരണപക്ഷമൊക്കെ. ആ പ്രക്ഷോഭണത്തിനെയും സമരത്തിനെയും ഫലമായിട്ടാണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ്റെ പ്രവർത്തനം നടന്നു വരുന്നതല്ലേ ഉള്ളൂ. സരിത ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ സംരക്ഷിക്കുന്ന സമീപനം എടുത്തിരുന്നെങ്കിൽ നിക്കക്കള്ളിയില്ലാതെ ഇപ്പോൾ സത്യം പറയാൻ അവർ നിർബന്ധിതമായല്ലോ. അവർ കൊടുക്കുന്ന മൊഴികളെല്ലാം ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയും കൂട്ടരും പറഞ്ഞിരുന്നതിന് നേരെ ഘടകവിരുദ്ധമല്ലേ. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് സരിതയെ കണ്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ കണ്ടെന്ന് വരുന്നില്ലേ. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ച കമ്മീഷൻ മേലുദ്യോഗസ്ഥനായ ADGP വന്ന് പറഞ്ഞില്ല, മിസ്റ്റർ ഹേമേന്ദ്രൻ വന്ന് പറഞ്ഞില്ലേ ഇവരിവിടെ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന്. ഇനി കാശ് വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞു കിടക്കുന്ന ഒരു വാദമുണ്ടല്ലോ, സർക്കാരിന് കാലണയുടെ നഷ്ടം വന്നിട്ടില്ല, അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയാൽ അത് ആളുകളിൽ നിന്നാണ് കൈക്കൂലി വാങ്ങുന്നത്. അവൻ്റെ പണി വിറ്റെന്ന് പോകും കണ്ടുപിടിച്ചാൽ. സർക്കാരിന് വല്ല നഷ്ടവും വന്നാൽ വില്ലേജ് ഓഫീസർ പോക്കുവരവിന് ആരുടെയെങ്കിലും ഒരാളുടെ കാശ് വാങ്ങിച്ചതിന് അയാളെ എന്തിനാണ് പുറത്താക്കുന്നത്? വില്ലേജ് ഓഫീസർ വന്നാൽ അവൻ്റെ പണി പോവും. മുഖ്യമന്ത്രിയായി കാശ് വാങ്ങിച്ചാൽ അതവിടെ ഇരിക്കും. അത് അഴിമതിയല്ല, സർക്കാരിന് നഷ്ടമില്ലെന്ന് പറയാം. ഏത് ന്യായമാണ്? ഇനി ഈ സോളാർ ഇടപാടിൽ നഷ്ടമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. 2012-2013 ബഡ്ജറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 30% സബ്സിഡി കൊടുക്കാൻ അതിനുവേണ്ടി 15 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയല്ലോ, ഒരു ഉത്തരവിറക്കിയല്ലോ. 2 നില മന്ദിരങ്ങൾ വയ്ക്കുന്ന ടെറസ് കെട്ടിടങ്ങൾ 10,000 കെട്ടിടങ്ങളിലെങ്കിലും ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാതെ പെർമിറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് പോലെ ഉത്തരവിറക്കിയത് സരിതയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കരാറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ. സരിത ഇവർ പറയുകയാണ് ഞങ്ങൾക്കിതിനകത്തൊരു ബന്ധവുമില്ല. നക്ഷത്രം പോലെ തെളിഞ്ഞു വരികയല്ലേ. ഇവരുടെ തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോയി ഇപ്പോൾ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് KPCCയുടെ സെക്രട്ടറിയായ തമ്പാനൂർ രവി എന്തിനാണ് സരിതയെ വിളിച്ചിട്ട് പറയാ 3 പ്രാവശ്യമേ കണ്ടെന്ന് പറയാവൂ, ഡൽഹിയിൽ വെച്ച് കണ്ടെന്ന് പറയരുത്, ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളെന്ന് പറയാവൂ, എന്തിന് ശുപാർശ ചെയ്യണം? ആ സരിത അവർ കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി തന്നെ സരിതയുടെ അമ്മയെ വിളിക്കുകയല്ലേ 3 പ്രാവശ്യം. ആ ടെലിഫോൺ നമ്പരും ഇതെല്ലാം ഇപ്പോൾ കമ്മീഷൻ നമ്പർ വന്നിരിക്കുകയല്ലേ. ഒരു കുഴപ്പമില്ലെങ്കിൽ എന്തിനവരിങ്ങനെ ഭയക്കണം? ഇത്തരത്തിൽ ഇവരെല്ലാം കണ്ട് സ്വാധീനിക്കാനായിട്ട് പോകണം. ഞാൻ എം.ആർ. രാജേന്ദ്രൻ നായർ, ഇവിടെ ഈ സോളാർ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കണമെന്ന തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടതിന് കാരണമായി പറഞ്ഞത് ഒരു കൃത്യമായ തെളിവുകളില്ലാതെ ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം പോലും പൂർത്തിയാക്കാതെ ഒരു നിഗമനത്തിലേക്ക് കോടതി എടുത്തു ചാടി തിടുക്കത്തിൽ എന്നതാണല്ലോ. ഇനി വീണ്ടും ഈ കേസിൽ ഹർജി സമർപ്പിക്കപ്പെട്ടാൽ അതിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷന് ഓർഡർ കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം, നിയമപരമായ സാഹചര്യം ഇപ്പോഴും അവശേഷിക്കുന്നില്ലേ?
സോളാർ കേസിലെ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ആണെങ്കിൽ പോലും തക്കതായ ആരോപണം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് വിജിലൻസ് കോടതി മുമ്പാകെ ഒരു കക്ഷിക്ക് ചെന്നാൽ അതേക്കുറിച്ച് നിയമപരമായ അന്വേഷണം വേണമെന്ന് കോടതി പറയും. നിയമപരമായ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് പ്രാരംഭത്തിലുള്ള അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ. അതിനുശേഷമേ അന്വേഷണം FIR ആക്കി പ്രതിയാക്കി അന്വേഷിച്ചാൽ മതി എന്നുള്ളത്. അത് സുപ്രീം കോടതി ലളിതകുമാരി കേസിൽ പറഞ്ഞൊരു പ്രത്യേക പ്രൊസീജിയറാണ്. അല്ലെങ്കിൽ നേരത്തെ ഉള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് 154-ാം വകുപ്പ് അനുസരിച്ച് ഒരു പരാതി കൈ കിട്ടുമ്പോൾ പോലീസുകാരനായാലും മജിസ്ട്രേറ്റായാലും കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട്, കോടതിയുടെ അനുമതി കൂടാതെ അന്വേഷിക്കാവുന്നൊരു കേസ് ഉണ്ട് എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം. ആ നിയമത്തിനൊരു ഭേദഗതി എന്നുള്ളതിൽ സുപ്രീം കോടതി അഴിമതി കേസിൽ ഉന്നത രാഷ്ട്രീയക്കാരെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഒരു പ്രാരംഭ അന്വേഷണം നടത്തണം, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി പറയുന്നത് ലോ ഓഫ് ദി ലാൻഡ് തന്നെയാണ്. അത് മജിസ്ട്രേറ്റ് വിജിലൻസ് ജഡ്ജി അറിഞ്ഞിരിക്കണം. അതിന് അപവാദമായി പെരുമാറിയപ്പോൾ അത് തിരുത്തുന്നത് ഹൈക്കോടതിയിൽ ശരിയാണ്. പക്ഷേ അതിനിപ്പോൾ ഇത്രത്തോളം ആക്ഷേപകരമായിട്ട് വിജിലൻസ് ജഡ്ജിയെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിജിലൻസ് ജഡ്ജിയെ കൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുത്ത് തള്ളിക്കാൻ ഉദ്ദേശിച്ചാണ് പോയെന്ന് ഞാൻ പറയും. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഹർജി അവിടെ കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ മൊഴി നൽകിയ സാഹചര്യത്തിൽ അവർക്കെതിരെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകേണ്ടതല്ലേ? അവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണ്ടേ? നിശ്ചയമായിട്ടും അതാണ്. അങ്ങനെയുള്ളൊരു കണ്ടിജൻസി ഒഴിവാക്കാൻ വേണ്ടി ഏതോ ഒരു തൽപര കക്ഷിയെ കൊണ്ട് വിജിലൻസ് കോടതിയിൽ മുമ്പായി ഒരു ഹർജി അങ്ങോട്ട് കൊടുക്കുക, വിജിലൻസ് കോടതി ഈ ഹർജി ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് തള്ളുക. ഈ സാഹചര്യമാണ് ഹർജി കൊടുത്തവരും അത് കൊടുപ്പിച്ചവരും ഉദ്ദേശിച്ചതെന്ന് ഞാൻ കണക്കാക്കുന്നു. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന. മന്ത്രിമാരൊക്കെ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ടല്ലോ തൃശ്ശൂർ വിജിലൻസ് കോടതിക്കെതിരായിട്ട്. അങ്ങനെ നടന്നിരിക്കാനൊരു സാധ്യതയുണ്ട്. അത് എന്തോ ഒരു മണ്ടത്തരം പറ്റി അദ്ദേഹം അങ്ങോട്ട് അന്വേഷണം തന്നെ FIR ഇട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ നിയമ പരിജ്ഞാനം കുറവായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കാം. ഇത് വിജിലൻസ് കോടതി തള്ളിയിരുന്നെങ്കിലോ, വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു, ഇനി രാജിവെക്കണ്ട എന്ന് പറയുവാൻ ഉമ്മൻചാണ്ടിക്കും സാധിച്ചേനെ. അതായിരുന്നു ലക്ഷ്യം. ഗൂഢാലോചന എന്ന് പറയുന്നത് അവിടെ മറിച്ചുള്ള ഒരു ഗൂഢാലോചനയുടെ സാധ്യതയെ പറ്റിയാണ് ശ്രീ M.R. രാജേന്ദ്രൻ നായർ പറയുന്നത്. അത് പിഴച്ചുപോയി. അവിടെയാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ഉത്തരവിലൂടെ ആ ഒരു ഗൂഢാലോചന അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ആരോപണ വിധേയർക്ക് നേരെ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും ഈ അപേക്ഷകർ കൊടുത്ത അല്ലെങ്കിൽ പരാതിക്കാരൻ കൊടുത്ത അപേക്ഷയ്ക്ക് ഇതുമാതിരി വിജിലൻസ് ജഡ്ജി പെരുമാറും, പ്രതികരിക്കും എന്നെങ്ങനെ അവർക്ക് കരുതാൻ കഴിയും? കാരണം സാമാന്യ ബുദ്ധിയുള്ള ഒരു ജഡ്ജി പോയിട്ട് ഒരു നിയമത്തിന്റെ പ്രാഥമിക പരിജ്ഞാനമുള്ളവർ പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രതികരണവും ഉത്തരവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നത്. നേരത്തെ ജേക്കബ് ജോർജ് സാർ സൂചിപ്പിക്കുകയുണ്ടായി, ഹൈക്കോടതി ജഡ്ജിയും അതേ രീതിയിലാണല്ലോ പറയുന്നതെന്ന്. കേരളത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഏത് നീതിന്യായ പീഠത്തിന്റെ ഉത്തരവുകൾ എടുത്തു നോക്കിയാലും കീഴ്ക്കോടതികളുടെ തെറ്റായ നിയമങ്ങൾ, തെറ്റായ ഉത്തരവുകൾ അത് സെറ്റസൈഡ് ചെയ്തുകൊണ്ടുള്ള വിധികളിൽ അല്ലെങ്കിൽ ഉത്തരവുകളിൽ എല്ലാം തന്നെ വളരെ കൃത്യമായി കീഴ്ക്കോടതിയുടെ ഓരോ വാക്കുകളും എടുത്ത് അത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായി വിവരിച്ചുകൊണ്ടാണ് മേൽക്കോടതികളുടെ ഉത്തരവുകൾ പറയുന്നത്. ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. KM മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചല്ലോ, വിജിലൻസ് തീരുമാനിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും ആര്യാടൻ മുഹമ്മദിനെതിരെയും ഇത്ര കോടി രൂപ അവർക്ക് ഞാൻ കൈമാറി, ഇത്ര ലക്ഷം രൂപ മറ്റു മന്ത്രിക്ക് കൈമാറി എന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തേണ്ടതല്ലേ നിങ്ങളുടെ സർക്കാർ? ഗോപികൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? 2013 ജൂൺ മാസം 3-ാം തീയതി മുതൽ കേരളം കേട്ടു തുടങ്ങിയതാണല്ലോ സരിതാ നായരുമായി ബന്ധപ്പെട്ട കേസും അവരുടെ മൊഴികളും ആരോപണങ്ങളും തിരുത്തലുകളും ആവർത്തിക്കലുകളും ഒക്കെ. എത്രയോ കോടതികളിൽ കേരളത്തിലെ വിവിധ അങ്ങോളം ഇങ്ങോളമുള്ള കോടതികൾ കയറി ഇറങ്ങി മൊഴി കൊടുക്കുകയും അഫിഡവിറ്റ് കൊടുക്കുകയും ചെയ്തുവല്ലോ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളില്, ഒരു സ്ഥലത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മാധ്യമങ്ങളെ കണ്ടുവല്ലോ. അന്നൊന്നും പറയാത്ത ഒരു കാര്യം ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വിശ്വാസ്യത കുറച്ചെങ്കിലും കൊറോബറേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇത്തരം ഒരു അന്വേഷണത്തെ കുറിച്ച് പറയുന്നത്? മറ്റൊരു കാര്യം, ഈ മൊഴി കൊടുത്തിരിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷന് മുന്നിലാണ്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ സമരത്തിന്റെ ഫലമൊന്നുമല്ല
കേരള നിയമസഭയിൽ സോളാർ ആക്ഷേപം സംബന്ധിച്ച ആരോപണം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് നിയമസഭയിൽ LDF MLA മാർ പ്രതിഷേധിച്ചപ്പോൾ മുഖ്യമന്ത്രി അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാമെന്ന്. അന്ന് അതിന് തയ്യാറാകാതെ മുഖ്യമന്ത്രി രാജിവെച്ചല്ലാതെ ഞങ്ങൾ സമരം നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്തമായ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം തുടങ്ങിയവരല്ലേ അവര്. എന്നിട്ട് സത്യത്തിൽ എന്റെ ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരമായിട്ടില്ല ശ്രീമതി ബിന്ദുകൃഷ്ണൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാൻ വളരെ ചെറിയൊരു ഇടവേള എടുക്കണം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ അതിഥികളുമായി വീണ്ടും ഇതേ ചർച്ചയിലേക്ക് മടങ്ങി വരും. ശ്രീ ജേക്കബ് ജോർജ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വിഷയത്തിൽ, അതായത് KM മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി പിന്നീട് കേസ് അതിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ അന്വേഷണം നടത്താൻ പാകത്തിലുള്ള ഒരു വെളിപ്പെടുത്തലല്ലേ സരിതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? സർക്കാർ ഒരു തുല്യനീതിയാണ് അതിൽ കാണിക്കുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കെതിരെയും അന്വേഷണം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനെ KM മാണിയുടെ കാര്യത്തിൽ KM മാണിയോടൊരു അനീതി കാണിച്ചതെന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാവുക. സ്വാഭാവികമായിട്ടും KM മാണിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു ക്വിക്ക് വെരിഫിക്കേഷൻ, പെട്ടെന്ന് വളരെ കൂലങ്കഷമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട്, പിന്നീട് ഹൈക്കോടതി പറഞ്ഞപ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് തിരുത്തി ആ പഴയ റിപ്പോർട്ടെല്ലാം പോട്ടെ, എല്ലാം തെറ്റാണ്, ഞാൻ വേറൊരു റിപ്പോർട്ട് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ അന്വേഷണ സംവിധാനത്തെയും അന്വേഷണ രീതിയെയും ഒരു പ്രഹസനമാക്കി മാറ്റുന്ന രീതിയിലാണ്. അപ്പോൾ KM മാണിക്ക് ഒരു നീതി, K ബാബുവിനും ആര്യാടനും ഉമ്മൻചാണ്ടിക്കുമൊക്കെ മറ്റൊരു രീതി എന്നൊരു സ്വാഭാവികമായ ഒരു ചിന്ത ആർക്കും ഉണ്ടാകാവുന്നേ ഉള്ളൂ. ആ ചിന്ത വളരെ കലശലായിട്ട് KM മാണിക്ക് ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറയുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണൻ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് പിണറായി വിജയന് എതിരായിട്ടുള്ള വിധി വിധിച്ച അതേ ജഡ്ജിയാണ് ഗവൺമെൻറ്റിന് അനുകൂലമായ വിധിയാണല്ലോ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ വിഷയം വെച്ച് നോക്കുമ്പോൾ, ആ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പിന്നീടുണ്ടായ രണ്ട് വിധികളും K ബാബുവിൻ്റെ കേസിലും ഇപ്പോൾ ആര്യാടൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കേസിലും അതേ ഹൈക്കോടതി ജഡ്ജി സ്വീകരിച്ച നിലപാട് അതുതന്നെയാണ്. കീഴ്ക്കോടതിയിൽ തൃശ്ശൂർ ജഡ്ജി രണ്ട് വിധികളിൽ കാണിച്ച ഒരു നിലപാടും ഗവൺമെൻറ്റിനെതിരാണ്. ഞാൻ പറഞ്ഞത് കീഴ്ക്കോടതി ജഡ്ജി കാണിക്കുന്നത് തെറ്റ്, ഹൈക്കോടതി ജഡ്ജി കാണിക്കുന്നത് ശരി എന്ന വിലയിരുത്തൽ നന്നല്ല, അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏത് ജഡ്ജിയാണെങ്കിലും ഏത് ന്യായാധിപനാണെങ്കിലും സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേണം വിധി പറയാൻ. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെതിരെ വിധി പറയുമ്പോൾ അവിടെ ശിക്ഷ ഇൻസ്റ്റൻ്റാണ്. ഇപ്പോൾ K ബാബുവിന് രാജിവെച്ചു, നാളെ ഒരു പക്ഷേ അദ്ദേഹം ഈ വിധി തിരിച്ചു വന്നാൽ പോലും ബാബു തിരിച്ചു കയറില്ല എന്ന് പറയുന്നു. ആ വിധി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. KM മാണിയുടെ കാര്യത്തിൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ അവധാനതയോടുകൂടി വിവേകത്വത്തോടുകൂടി സമചിത്യതയോടുകൂടി വേണം ഹൈക്കോടതി ജഡ്ജിയാണെങ്കിലും ജില്ലാ ജഡ്ജിയാണെങ്കിലും വിജിലൻസ് ജഡ്ജിയാണെങ്കിലും നിയമങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബിന്ദുകൃഷ്ണ, എൻ്റെ മനസ്സിൽ വേറെ രാഷ്ട്രീയം ഒന്നുമേ ഇല്ല. ഇനി എന്താ ഗോപികൃഷ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് ഗോപികൃഷ്ണൻ ഒന്നുകൂടെ ചോദിക്കാമോ? അല്ല, എൻ്റെ ചോദ്യം, ഇതിപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ ഇത്ര പണം ഞാൻ ഇവർക്ക് കൈമാറിയിട്ടുണ്ടെന്ന് സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയും കേസ് അന്വേഷണം ആവശ്യമില്ല? KM മാണിക്ക് ഉണ്ടായതുപോലെ അവരൊരു ക്വിക്ക് വെരിഫിക്കേഷൻ അന്വേഷണം ആവശ്യമല്ലേ? അല്ല, ഇതിപ്പം അതൊക്കെ ക്വിക്ക് വെരിഫിക്കേഷൻ വേണമെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ അതൊക്കെ ആവട്ടെ. നിയമം ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് പോലെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ. ക്വിക്ക് വെരിഫിക്കേഷൻ എങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ, അല്ല ഇതൊന്നും വേണ്ട, ഒരു കേസ് ആവശ്യമില്ല, ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണല്ലോ, ആ അന്വേഷണം മതി എന്ന് പറഞ്ഞാൽ അതും ശരി. അവിടെയാണ് ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ താങ്കളുടെ നിയമപരിജ്ഞാനം എനിക്ക് വേണ്ടത്. ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ, ഇത്തരമൊരു ഘട്ടത്തിൽ വീണ്ടും വിജിലൻസ് കോടതിയെ സമീപിക്കുകയാണ് ഒരു ഹർജിക്കാരൻ എങ്കിൽ സ്വാഭാവികമായി കോടതി അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുമ്പോൾ ഒരു ത്വരിതാന്വേഷണം നടത്തട്ടെ എന്ന ഒരു നിർദ്ദേശം ഇനിയും ഉണ്ടായിക്കൂടെ? നിശ്ചയമായിട്ടും ഉണ്ടാകാം. കാരണം ശരിയായ വസ്തുതകൾ വെച്ച് ശരിയായ രീതിയിൽ ഒരു ഹർജി സമർപ്പിച്ചാൽ അതൊരു സോൺ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് നിയമാനുസൃതമായ അന്വേഷണം എന്ന് മാത്രം കോടതി പറഞ്ഞാൽ മതി. അതിനകത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടും, പ്രാഥമിക അന്വേഷണം ഉൾപ്പെടും, FIR ഇടുന്നതെല്ലാം ഉൾപ്പെടുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. ഇത് സത്യത്തിൽ ഇതൊന്നും വെറുതെ മിണ്ടാതിരുന്നെങ്കിൽ
ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ വേണ്ടിവരുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് ഇത് പുറത്തോട്ട് വരും. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ വിജിലൻസിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കേണ്ട സമ്മർദ്ദത്തിൽ വരും. അതൊക്കെ വരുത്താതിരിക്കാൻ എന്നാൽ വിജിലൻസ് കോടതിയെ കൊണ്ട് ഇപ്പോൾ ഇതിന് അന്വേഷണത്തിൻ്റെ ആവശ്യം അങ്ങോട്ട് തള്ളിച്ചേക്കാം എന്ന് പറഞ്ഞു പോയത് തന്നെയാണിത്. അദ്ദേഹം തള്ളിയില്ല, അതിന് പകരം ഇങ്ങനെ എഴുതി. അപ്പോൾ രണ്ടും കണ്ടല്ലോ. ഇനി അങ്ങനെ തെറ്റായിട്ട് എഴുതിയാൽ ഹൈക്കോടതി ഇത് തിരുത്താൻ സാധിക്കും എന്നുള്ള ഉറപ്പുമുണ്ട്. അങ്ങനെ വളരെ ദുഷ്ടലാക്കോടുകൂടി ഏതോ ഒരുത്തിനെ കൊണ്ട് ഈ ഗൂഢാലോചന എന്ന തത്വം ഈ പറയുന്നവർ തന്നെ ഗൂഢാലോചന നടത്തി ചെയ്ത് ഉചിതമായി നടക്കേണ്ട ഒരു അന്വേഷണത്തെ അവർ തടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ഞാൻ സൂക്ഷിച്ച് ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിന് ശ്രീമതി ബിന്ദു കൃഷ്ണ മറുപടി പറയും. അതിന് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് മറുപടി പറയേണ്ടത്. രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, ശ്രീ എം ആർ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആവർത്തിക്കുന്നു. ഈ കേസ് തട്ടിപ്പോകും, അത് തള്ളിപ്പോകും, അതുകൊണ്ട് ഇനി സർക്കാരിന് മറ്റ് അന്വേഷണങ്ങൾ നേരിടേണ്ടി വരില്ല. അതിനൊരു മുൻകൂറായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇവിടെ കോടതിയെ സമീപിച്ചത് പോലും, തൃശ്ശൂർ വിജിലൻസ് കോടതിയെ സമീപിച്ചതും. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ ഇതിന് പിന്നിലെ സ്ഥാപിത താല്പര്യക്കാർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇടപെടലല്ല വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. ഇനി അങ്ങോട്ടും ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ പാകത്തിലുള്ള ഒരു നിയമപരമായ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ പറഞ്ഞത്. തീർത്തും പക്ഷപാതപരമായ ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് അത്തരം വാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം അദ്ദേഹത്തിനുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഗൂഢാലോചന നടത്തിയെങ്കിൽ ആ ഗൂഢാലോചനക്കാരുടെ അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നതായി സാമാന്യ ബുദ്ധിയുള്ള ആരും പറഞ്ഞ് ഇതുവരെ കേട്ടതായും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഗൂഢാലോചനക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് തൃശ്ശൂർ വിജിലൻസ് ജഡ്ജി പ്രവർത്തിക്കുമെന്ന് ആർക്ക് കരുതാൻ കഴിയും? ഒരിക്കലും അത് നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മുൻപിൽ വരുന്ന ഒരു ഹർജിയിൽ അദ്ദേഹം എന്ത് തീർപ്പാക്കും, ഏത് തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കാർക്കും മുൻകൂട്ടി അറിയില്ല. എന്നിട്ടാണല്ലോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി, അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വശംവദനായി എന്നൊക്കെ. വളരെ കൃത്യമായി ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞുവല്ലോ. രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമായി, നിയമത്തിന്റെ പ്രാഥമിക പരിജ്ഞാനമുള്ള ഒരാൾ പോലും ചെയ്യാൻ സാധ്യതയുള്ളതിന് വിരുദ്ധമായി അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് അത്തരത്തിൽ ആളുകൾ സംശയിക്കുന്നത്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത്, തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപത്തിന് സമാന സ്വഭാവത്തിൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെയും നമുക്ക് കാണാമെന്നാണ്. മറ്റൊരർത്ഥത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭിപ്രായം താങ്കൾക്കുമുണ്ടോ ശ്രീ ആനത്തലവട്ടമാനന്ദൻ? അല്ല, ഇവിടെ നിങ്ങൾ പറയുന്നത് ഈ കോടതി ഇത് വന്നുകൊണ്ട് ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടെന്നല്ലേ? ഈ താൽക്കാലികമായി അത് മരവിപ്പിച്ച് വച്ചിരിക്കുന്നതിൻ്റെ ഫലമായി വിധി വന്നിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ വീണ്ടും എൻ്റെ സഹോദരി ബിന്ദു കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞില്ല. ഇതേ വിജിലൻസ് കോടതി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇവരെ ഉമ്മൻചാണ്ടി പ്രതിയാക്കി ടൈറ്റാനിയം കേസിൽ ഉത്തരവിട്ടിട്ട് അതിൻ്റെ മേൽ താൽക്കാലികമായി പോയി സ്റ്റേ വാങ്ങിയിരുന്നു. ആ സ്റ്റേ ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ഹൈക്കോടതി വെക്കേറ്റ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. രാജിവെക്കുന്നില്ലല്ലോ. ഇതുകൊണ്ടൊന്നും ഉമ്മൻചാണ്ടി രാജിവെക്കില്ല. ഉമ്മൻചാണ്ടി അവിടെ പിടിച്ചിരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കോടതിയുടെ വിധിയൊന്നും ഒരു പ്രസക്തമല്ല. എങ്കിൽ ആ വിധി എന്താ എടുക്കാത്തത്? ഈ വിധിയിൽ രക്ഷപ്പെട്ടു, വേറൊരു വിധി കിടക്കുന്നുണ്ടല്ലോ. ആ വിധിയുടെ ഫലം രാജിവെക്കുന്നില്ലല്ലോ. KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരെണ്ണം വന്നപ്പോഴത്തേക്ക് ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞു KM മാണി ബാബുവിന്റെ കാര്യത്തിൽ അതേ പറയാൻ പോട്ടെ, ഞാൻ പറഞ്ഞ ക്ലിയർ ചെയ്യട്ടെ. ബാബുവിൻ്റെ കാര്യത്തിൽ ഇതേപോലെ വിജിലൻസ് കോടതി വിധി വന്നു. ബാബു രാജിവെച്ച് രാജിക്കത്ത് എഴുതി കൊടുത്തു. ഉമ്മൻചാണ്ടി പാക്കറ്റിട്ട് നടക്കുകയല്ലേ? ഇനി നാളെ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കൂടി ബാബു രാജിവെക്കേണ്ടതെന്ന് തീരുമാനിക്കുമല്ലോ. ഉമ്മൻചാണ്ടിയുടെ കേസ് വന്നപ്പോൾ എനിക്കെൻ്റെ ധാർമ്മിക മൂല്യമല്ല, എൻ്റെ മനസാക്ഷിയാണ്. മറ്റുള്ളവരുടെ കേസൊക്കെ വന്നപ്പോൾ, ബാബുവിൻ്റെ കേസ് വന്നപ്പോൾ, KM മാണിയുടെ കേസ് വന്നപ്പോൾ അതൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് രാജിവെച്ചത്, മറ്റു കാര്യങ്ങളല്ല. എനിക്കിതതില്ല, എനിക്കെൻ്റെ മനസാക്ഷിയാണ് രാജിവെക്കണമെന്ന് പറയും. ഇതിങ്ങനെ അദ്ദേഹത്തിന് മാത്രം, അദ്ദേഹത്തിൻ്റെ കേസ് വരുമ്പോൾ രാജിവെക്കേണ്ടി വരുമ്പോൾ മനസാക്ഷി, മറ്റുള്ളവരുടെ എല്ലാം ധാർമ്മിക മൂല്യം. കരുണാകരൻ്റെ കേസിൽ ഇതേപോലെ ഒരു പരാമർശനം പോലും വരാതിരുന്നിട്ട് കരുണാകരൻ രാജിവെക്കണം
കൊച്ചു കുട്ടിക്ക് പോലും കേരളത്തിലുള്ള ആളുകൾക്ക് ഈ കരുണാകരൻ്റെ ഗവൺമെൻറ് അഴിമതി ഗവൺമെൻറ് ആണെന്ന് അറിയാമെന്ന് പറഞ്ഞ മഹാവ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ശരി, ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഞാൻ ചോദിച്ചത് ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ പറഞ്ഞത് ഈ ഹൈക്കോടതി ജഡ്ജി സമീപകാലത്ത് എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവുകളെല്ലാം തന്നെ സർക്കാരിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. ലാവ്ലിൻ കേസിലാണെങ്കിൽ അതല്ല, അതിനുശേഷം പിന്നീട് പരിഗണിക്കപ്പെട്ട കെ ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഇടപെടലെല്ലാം. അപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിക്ക് നേരെ എന്ത് ആക്ഷേപമാണോ ഉന്നയിക്കുന്നത്, സമാന സ്വഭാവത്തിൽ മറിച്ചൊരു ആക്ഷേപം ഇവിടെയും ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത്. താങ്കൾക്ക് ആ അഭിപ്രായമുണ്ടോ? ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞല്ലോ. ഈ തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജി കമ്മീഷൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. വാർത്തകളും റിപ്പോർട്ടുകളും മൊഴികളും പത്രങ്ങളിലും ചാനലുകളിലും വരുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടിരിക്കുമല്ലോ. ഒരു വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. കോടതിയുടെ ജോലി ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തലല്ലെന്നാണ് ഞാൻ എൻ്റെ സാമാന്യ വിവരം വെച്ച് ഞാൻ മനസ്സിലാക്കുക. കോടതിയുടെ മുമ്പിൽ ഈ വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് അദ്ദേഹത്തിന് തെറി പറയുന്നു, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, നിങ്ങളെന്തോ പറഞ്ഞോ. അതേസമയം ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി ഞാൻ പറഞ്ഞു മറ്റേ ആളുടെ ശവപ്പെട്ടി കൊണ്ട് നടക്കുന്ന പോലെ യൂത്ത് കോൺഗ്രസ് പീഡനം നടത്തുന്ന പോലെ അയാൾ കല്ലെറിയുന്നത് പോലെ ഞങ്ങൾ ഹൈക്കോടതി വിധി പ്രസ്താവിച്ച ഉബൈദിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ മിസ്റ്റർ ജോർജ് പറഞ്ഞല്ലോ, ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ. ഞങ്ങളതിനൊരുമ്പെടുന്നില്ല. തങ്ങൾക്കെതിരായ വിധി വന്നാൽ ആ ജഡ്ജിയെ കല്ലെറിയുകയും അയാളെ ശവപ്പെട്ടി ഉണ്ടായിക്കൊണ്ട് കത്തിക്കുകയും ഇതിന് മുമ്പ് ഒരു വിജിലൻസ് ജഡ്ജിയത്തിന് ഹനീഫെ അതുപോലെ ഇവിടെ നിന്ന് അന്നത്തെ ഇവരുടെ ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജിനെ കൊണ്ടാണ് ചീത്ത വിളിപ്പിച്ച അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞ് ശ്രീ M.R. രാജേന്ദ്രൻ നായർ, സ്വാഭാവികമായുള്ള ഒരു സംശയം, ഇപ്പോൾ ഈ കേസിൽ ഇനി അങ്ങോട്ട്, അതായത് ഇപ്പോൾ സോളാർ കമ്മീഷന് മുൻപിൽ, ഒരു ഭാഗത്തുണ്ടായിരിക്കുന്ന വാദം സോളാർ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിന് കോടതി ഒരു ഇടപെടൽ നടത്തി FIR ഇട്ട് കേസെടുക്കണം എന്ന ഉത്തരവ് നൽകി എന്നുള്ളതാണ്. കമ്മീഷന് മുന്നിൽ നൽകുന്ന മൊഴിയെ നിയമപരമായ അല്ലെങ്കിൽ ഒരു കോർട്ട് ഓഫ് ലോയുടെ സ്വഭാവമുള്ളതാണോ അതോ അതിനപ്പുറത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അധികാരം കോടതികൾക്കില്ലേ? കമ്മീഷന്റെ നിയമസാധുതകളെയും കോടതിയുടെ ഇടപെടലുകളെയും താങ്കൾക്കൊന്ന് വ്യവച്ഛേദിച്ച് പറഞ്ഞു തരാമോ? ഇവിടെ ഒന്നാമത്തെ പ്രശ്നം, കമ്മീഷൻ്റെ മുമ്പാകെ സരിത കൊടുത്തുകൊണ്ടിരിക്കുന്ന മൊഴി റെക്കോർഡ് ചെയ്ത് പോലും കഴിഞ്ഞിട്ടില്ല. ആ മൊഴി പൂർണ്ണമാകുന്നത് സരിതയെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്ക് വേണ്ടിയും ക്രോസ് വിസ്താരം നടത്താനുള്ള അവകാശാളുകൾക്കുണ്ട്. അങ്ങനെ പരിപൂർണമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ് മറ്റു തെളിവുകളൊക്കെ എടുത്തു കഴിഞ്ഞ് സോളാർ കമ്മീഷൻ ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ മൊത്തം ഗവൺമെൻറ്റിന് സമർപ്പിക്കും. മിക്കവാറും ആ റിപ്പോർട്ട് ഭരണത്തിരിക്കും. ഇവിടെ ഭരണത്തിൽ വരുന്ന ആളുകളൊന്നും തന്നെ അങ്ങനെയുള്ള കമ്മീഷൻ റിപ്പോർട്ടൊന്നും എടുത്തു വെച്ച് അനന്തര നിയമ നടപടി എടുത്തതായിട്ട് ഇന്ത്യയിൽ പൊതുവേ ചരിത്രമില്ല. അടുത്ത കാലത്ത് എനിക്ക് പരിചയമുള്ള സ്ഥലത്ത് മധ്യപ്രദേശ് 2 റിപ്പോർട്ട് 5 കൊല്ലം കൊണ്ട് പട്ടണത്തിൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു. ഗവൺമെൻറ്റിന് ആ റിപ്പോർട്ട്, ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്താൽ ഗവൺമെൻറ്റിന് അത് റിജക്റ്റ് ചെയ്യാൻ വരെ അധികാരമുണ്ട്. എന്നിരുന്നാലും സരിതയ്ക്ക് വേണമെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ച് കോടതിയിൽ പോകാം. സോളാർ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന മൊഴിയുടെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് ഹാജരാക്കിക്കൊണ്ട് ഒരു സാമാന്യ പൗരന് ഇത് തെറ്റായ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കണം, വിചാരണ വേണം, ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് മന്ത്രിമാർക്കെതിരെ പിന്നീട് പോകാം. അതുകൊണ്ട് സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഗവൺമെൻറ് നടപടിയെടുക്കുന്നതുവരെ കാത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മൊഴിയൊന്ന് പൂർണ്ണമാകണ്ടേ? അതിനു മുമ്പ് പത്രത്തിലുള്ള വാർത്തകളും ചാനലിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു ജുഡീഷ്യൽ ഫോറത്തിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാം എന്ന് കരുതുന്നത് ദുരുദ്ദേശപരമാണ്. ആ ദുരുദ്ദേശം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ ആത്യന്തികമായിട്ട് ആർക്കാ ഗുണം കിട്ടിയത്? ആരും ഇപ്പോൾ കോടതി പോയില്ലായിരുന്നെങ്കിൽ കണിശമായിട്ടും കേരളത്തിലെ ജനങ്ങളാകെ ഇങ്ങനെ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ചാണ്ടി ഉമ്മനും ഒക്കെ ചെയ്തല്ലോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് വിഷമിച്ചിരിക്കുമായിരുന്നില്ലേ? അതേ സമയത്ത് ഉടനെ കേസെടുക്കണമെന്ന് പറയുക, ഹൈക്കോടതി കൊണ്ട് തിരുത്തിക്കുക.
ജനങ്ങളുടെ ഇടയിൽ ആകെ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ സാധിക്കും. ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചിരുന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരും. അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നമുക്ക് അന്തിമമായ വിജയത്തെക്കുറിച്ചോ അന്തിമമായ പരാജയത്തെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയില്ല. ശരിയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റു മന്ത്രിമാരും ആവർത്തിച്ചു പറയുന്നത് പൊതുജനത്തിനറിയാം എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധിയുടെ ഉത്തരവിൻ്റെ പിൻബലത്തിൽ പൊതുജനത്തിന് മുന്നിൽ ഉള്ള ഈ സർക്കാരിനെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമുള്ള പ്രതിച്ഛായയിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ കൂടുതൽ അനുകൂലമാക്കി തീർക്കാനോ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ഈ കോടതി വിധിയിലൂടെ സർക്കാരിന് ലഭിക്കുന്നുണ്ടോ? പൊതുജനം ഈ വിഷയത്തോട് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MR രാജേന്ദ്രൻ നായരുടെ വീക്ഷണത്തിൻ്റെ തുടർച്ചയാണ് ഗോപികൃഷ്ണൻ്റെ ഈ ചോദ്യം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ ആ ഒരു ഡെപ്ത് കണ്ടിട്ട് ഞാൻ അതിശയിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വത്തെ നമ്മൾ ഇതുപോലെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഴയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചില തന്ത്രങ്ങളുണ്ടല്ലോ, KSU യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചില തന്ത്രങ്ങൾ, ചില കുതന്ത്രങ്ങൾ, അതുപോലെ എന്നും വെള്ളത്തിന് മേലെ പൊങ്ങിക്കിടക്കാനുള്ള ഒരു വലിയ ശേഷി, അതൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ ആ പ്രവർത്തനം. ഹൈക്കോടതി ഇന്നലെ വൈകുന്നേരം എറണാകുളം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നടത്തിയ ആലോചനകൾ, തിരിച്ച് വിമാനത്തിലുള്ള യാത്ര, ഇവിടെയൊക്കെ അദ്ദേഹത്തോടൊപ്പം K ബാബുവും ബെന്നി ബെഹനാനും ഒക്കെ എത്തുന്നു. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ വീണ്ടും ചർച്ച, ആ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇപ്പോൾ കോൺഗ്രസ് മുഴുവൻ ആന്റണി പക്ഷേ അടുത്ത കാലത്തൊക്കെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. AK ആന്റണി ഇല്ലാത്ത ആന്റണി പക്ഷമാണെന്നും കൂടി ഓർക്കുക. പഴയ ആര്യാടനെ ഇപ്പോൾ അതിനകത്ത് കാണാറില്ല. ആര്യാടൻ്റെ ഒരു കുശാഗ്ര ബുദ്ധിയായിരുന്നു ഒരു കാലത്ത് ആന്റണി പക്ഷത്തിൻ്റെ എൻജിൻ എന്ന് പറയാം. പക്ഷേ ഈ ആര്യാടൻ്റെ ബുദ്ധിയൊന്നും ഇപ്പോഴത്തെ കാര്യമായിട്ട് പ്രയോഗിക്കാൻ കിട്ടുന്നില്ല. എങ്കിലും ഇത്രയും വലിയ ഒരു ആലോചന നടത്തി, ഗൂഢാലോചന നടത്തി, ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ നായർ അദ്ദേഹം വിവരിച്ചതുപോലെ ഒരു തികച്ചും പ്രതികൂലമായ ഒരു കാലാവസ്ഥയെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ 24 മണിക്കൂറിനുള്ളിൽ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് അതിൻ്റെ യോഗ്യത, അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ അർഹത കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിൽ വേറെ ഒരു നേതാവില്ല. ഇപ്പം തന്നെ VM സുധീരൻ പറഞ്ഞില്ലേ, VM സുധീരനെ കളിയാക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയാണ് മുന്നോട്ട് വന്നത്. ഇതൊക്കെ കണ്ടിട്ടും കണ്ടിൽ നിന്ന് അടിക്കുകയാണ് VM സുധീരൻ എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു അജയ് തറയലിനെ എതിരെ ആഞ്ഞടിക്കാൻ സുധീരൻ തയ്യാറായി. അദ്ദേഹം പാർട്ടിയിൽ പോലും ഇല്ലെന്നാണ് സുധീരൻ പറയുന്നത്. അങ്ങനെ ഒരു സുധീരനെ കൊണ്ട് പോലും പറയിപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ ഹൈക്കമാൻഡിനെ കൊണ്ട് അതിന് തക്ക വിധത്തിലുള്ള സന്ദേശങ്ങൾ സുധീറിന് കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൈപ്പിടിയിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടിയിരിക്കുകയാണ് എന്നും കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. വരും ദിവസങ്ങൾ ഇതിന് മറുപടി നൽകട്ടെ. വളരെയധികം നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ MR രാജേന്ദ്രൻ നായർ, ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.